ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നൊരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. നമ്മൾ ഹോട്ടലുകളിൽ നിന്നൊക്കെ കിട്ടുന്ന ഹോട്ട് ആൻഡ് സോർ സൂപ്പിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ സ്റ്റാർട്ടിങ് മുതൽ എൻ്റെ വരെ കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഈ ടേസ്റ്റി ആയിട്ടുള്ള സൂപ്പ് തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് 2-3 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചി, പിന്നെ കുറച്ച് സവാള അരിഞ്ഞതും അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും എരിവിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് വേവിക്കാനായിട്ട് നമ്മൾ 5 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു വെള്ളത്തിൽ തന്നെ കേട്ടോ നമ്മൾ സൂപ്പ് തയ്യാറാക്കുന്നത്, അതുകൊണ്ട് അത് ഒഴിവാക്കൊന്നും വേണ്ട. അപ്പോൾ ഇത്രയും അധികം വെള്ളം വേണം കേട്ടോ ഇതിലേക്ക്. അപ്പോൾ ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ ചിക്കൻ ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കുക. ഇപ്പോൾ ഈ ചിക്കൻ ഇതിൽ കിടന്ന് നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്ന് ചിക്കൻ മാറ്റി വെക്കാം. എന്നിട്ട് ഇതിൻ്റെ സ്റ്റോക്ക് ഉണ്ടല്ലോ അത് ഒരു അരിപ്പയിലൂടെ ഒഴിച്ചിട്ട് അത് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു വെള്ളത്തിൽ തന്നെ നമ്മൾ ബാക്കിയുള്ള തയ്യാറാക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും വേറെ വേറെ ആക്കിയിട്ട് സെയിം പാനിൽ നമുക്ക് 2 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഈ ഓയിൽ നല്ലോണം ചൂടായതിന് ശേഷം ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടൊന്ന് വഴറ്റുക. എന്നിട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിലേക്ക് സവാള, ബീൻസ്, അതുപോലെ തന്നെ ക്യാരറ്റ്, പിന്നെ കുറച്ച് സ്വീറ്റ് കോണും ആണ് എടുത്തിട്ടുള്ളത്. ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. പിന്നെ ഈ ഒരു സൂപ്പ് തയ്യാറാക്കുമ്പോൾ നമ്മൾ വെജിറ്റബിൾസ് ഒക്കെ നല്ല പൊടി ആയിട്ട് അരിഞ്ഞിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ്റെ സ്റ്റോക്ക് ഉണ്ടല്ലോ അത് മൊത്തത്തിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം നമ്മൾ ഇതിലേക്ക് നൂഡിൽസ് ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് തികച്ചും ഓപ്ഷണലാണ്. ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇല്ലയെന്ന് കരുതിയിട്ട് ഇതിൻ്റെ ടേസ്റ്റ് ഒന്നും കുറഞ്ഞു പോകില്ല കേട്ടോ. അപ്പോൾ ഉണ്ടെങ്കിൽ മസ്റ്റായിട്ടൊന്ന് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് ഇതുപോലെ പൊടിയായിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വേവുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ ഈ നൂഡിൽസ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ജസ്റ്റ് 1 മിനിറ്റ് തന്നെ നമുക്ക് ഈ നൂഡിൽസൊക്കെ വെന്ത് കിട്ടും കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ചില്ലി സോസും 1 ടീസ്പൂൺ സോയാ സോസും ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് 1 ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് അളവ് മാറി പോകരുത്. 1 ടീസ്പൂൺ ആണ് മറ്റേതൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇത് 1 ടേബിൾ സ്പൂൺ ആണ് കേട്ടോ വിനാഗിരി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കുക. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ പഞ്ചസാരയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. നമ്മൾ സോയാ സോസും ചില്ലി സോസും ഒക്കെ ഒഴിച്ച് കൊടുത്തുകൊണ്ട് തന്നെ അത്യാവശ്യം ഉപ്പുണ്ടാവും. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിന് എരിവിന് വേണ്ടിയിട്ടുള്ള കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കുക. ഇനി ഇതിലേക്ക് മുട്ടയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. 1 മുട്ട ബീറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് അപ്പോൾ തന്നെ ഇളക്കിയും കൊണ്ടിരിക്കുക കേട്ടോ. എന്നാലേ നമുക്കിത് നൂല് പോലെ ഇങ്ങനെ കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന സൂപ്പിൽ ഇങ്ങനെ കാണുമല്ലോ ഈ പത പോലെ ഇങ്ങനെ നിൽക്കുന്നത്, അത് എഗ്ഗാണ് കേട്ടോ. അപ്പോൾ അത് ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മിക്സ് ആക്കി കൊടുക്കുക. ഇത് പേര് പോലെ തന്നെ എരിവും പുളിയും മധുരവും ഒക്കെ ഉള്ളൊരു സൂപ്പാണ് കേട്ടോ.
നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സൂപ്പാണ്. അപ്പോൾ ഇതിൽ പല ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങളിത് ഇത്ര ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല എന്ന് കരുതേണ്ട, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഇതാ ഇതിലേക്ക് കട്ടിക്ക് വേണ്ടിയിട്ട് നമ്മൾ 2 ടീസ്പൂൺ കോൺഫ്ലവറിൽ കുറച്ച് വെള്ളം കലക്കിയിട്ട് കട്ടയില്ലാതെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഇത് കുറച്ച് കുറുകി വരും. അപ്പോൾ നന്നായിട്ട് കുറുകരുത്, നമുക്ക് കുറച്ചൊരു നമ്മൾ കോരി കുടിക്കുന്ന ഒരു രീതിക്കാണ് കേട്ടോ ഇത് വേണ്ടത്. അപ്പോൾ ഇതാ കോൺഫ്ലവർ ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കുക. പിന്നെ ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കനാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അത് കൈ കൊണ്ടൊന്ന് പിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് തിളക്കാനായിട്ട് വെക്കുക. ഇപ്പോൾ ഇതാ എല്ലാം കൂടി നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫൈനലായിട്ട് ഒരു പിടി മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കുക. അപ്പോൾ ഇതാ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ഹോട്ട് ആൻഡ് സോർ സൂപ്പ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്ത റെസിപ്പിയുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ. താങ്ക് യു.